ചലഞ്ചിൻ്റെ 102ാമത്തെ ദിവസമാണ്. നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് ഡയറക്ഷൻ മാറിക്കാണ് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തത്. നിഫ്റ്റി ആണെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഡൗൺ സൈഡ് മൂവ്, ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ട് ഒരു അപ്പ് സൈഡ് മൂവ് എന്നുള്ള ലെവലിലാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് വന്നത്. സോ നമുക്കിന്ന് നമ്മുടെ സെറ്റപ്പ് പ്രകാരം നമുക്കിന്ന് 3 എൻട്രീസാണ് വന്നത്. പക്ഷേ അതിൽ 2 എൻട്രീസേ നമുക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ആ എൻട്രീസ് ഏതൊക്കെയെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. മൈ നെയിം ഈസ് മുബഷിർ. വെൽക്കം ടു മുബു മെട്രിക്സ്. സമയം ഒരു 11:56 ആയിക്കണം. നമുക്ക് ഫസ്റ്റ് ട്രേഡ് വന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ഡൗൺ സൈഡിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് വന്ന് നമ്മൾക്ക് അവിടെ ഒരു നല്ല രീതിയിലൊരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ടായി. സോ ആ ഒരു ഏരിയയിൽ വന്നപ്പോഴാണ് എൻ്റർ എടുത്തത്. അതും പോരാഞ്ഞിട്ട് നമുക്കവിടെ ഒരു ട്രെല്ല ലിക്വിഡിറ്റി ഉണ്ട് എടുത്തിരുന്നത്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആ എൻട്രി എടുത്തത്. സോ നമുക്ക് ഏതായാലും നോക്കാം ഈ എൻട്രി എങ്ങനെ വരിക എന്നുള്ളത്. ഏതായാലും നോക്കാം. നമ്മൾ ഈ ഡൗൺ സൈഡുള്ള ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റിക്ക് ട്രയൽ ചെയ്തും വെക്കാം. സോ നമ്മൾ ആ മാർക്ക് ചെയ്ത ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിങ്ങനെ. സോ നമ്മൾ SL ഏതായാലും ഇനി നമുക്ക് കോസ്റ്റിക്ക് ട്രയൽ ചെയ്ത് വെക്കാം. ഇവിടെ മാർക്കറ്റ് നമുക്ക് ഡൗൺ സൈഡ് വന്നിട്ട് ഒരു ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി വീണ്ടും മാർക്കറ്റ് എടുത്തതാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടുന്ന് ഒരു അപ്പ് സൈഡ് ട്രേഡ് വരേണ്ടതാണ്. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും സസ്യത്തിൻ്റെ മുന്നിൽ നിന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഞാൻ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് എടുക്കണം. ഞാൻ സസ്യത്തിൻ്റെ മുന്നിൽ ഉണ്ടാവില്ല. സോ ഈ ട്രേഡ് തന്നെ എന്താവും നോക്കാം. കാരണം ഒന്നെങ്കിൽ കോസ്റ്റ് അടിക്കും അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കും. മാക്സിമം ഇത് തിരിയാൻ തന്നെയാണ് ചാൻസ്. കാരണം ഇവിടുന്ന് നല്ല രീതിയിൽ ഒരു അപ്പ് സൈഡ് റാലി തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ട്രേഡ് എടുത്താൽ പിന്നെ അത് ഒന്ന് അപ്പ് സൈഡ് പോയാൽ പിന്നെ ട്രയൽ ചെയ്യാനും ഇതിനൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻട്രി എടുക്കണില്ല. ഉള്ള എൻട്രി തന്നെ അവിടെ ഓപ്പൺ ചെയ്തിട്ട് പോവാണ്. സോ നമ്മൾ തിരിച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് എടുത്ത ട്രേഡ് കോസ്റ്റിൽ എക്സിറ്റ് ആയിക്കണം. സോ രണ്ടാമത്തെ ട്രേഡ് നമ്മൾ കറക്റ്റ് ട്രേഡ് ചെയ്തു. അത് നല്ല രീതിയിൽ അപ്പ് സൈഡ് പമ്പായി. നോ പ്രോബ്ലം. ഇതൊക്കെ ട്രേഡിങ്ങിൽ പറഞ്ഞിട്ടുള്ളതാണ്. മിസ്സാവലും ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള തന്നെയാണ് ഒരു ട്രേഡിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. സോ ഏതായാലും നെക്സ്റ്റ് ട്രേഡ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ആ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് കിട്ടുമായിരുന്നു. നോ പ്രോബ്ലം. നെക്സ്റ്റ് ട്രേഡ് നോക്കാം. സമയം ഒരു 2:33 ആയിക്കണം. നമുക്ക് നിഫ്റ്റിയിലൊരു ട്രേഡ് വന്നതാണ്. ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് തിരിച്ച് ഇതേമാതിരിക്ക് നമ്മളൊരു റിജക്ഷൻ ബ്ലോക്കിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഏകദേശം മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ചെറിയ ടൈം ഫ്രെയിമും കൂടി ഉള്ളൂ. ഏകദേശം അരമണിക്കൂറും കൂടി ഉള്ളൂ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ. 3/4 മണിക്കൂറുള്ളൂ. ഈ ട്രേഡ് എങ്ങനെ പോകുമെന്ന് അറിയില്ല. മാർക്കറ്റ് മേ ബി ഇതൊരു SL അടിക്കാനുള്ള ട്രേഡ് ആവാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു ബുള്ളിഷിക്ക് വന്ന ട്രേഡാണ്. ഏതായാലും നോക്കാം ഈ ട്രേഡ് എങ്ങനെ പോകുകയെന്നുള്ളത്. സോ ഈ ട്രേഡ് നമ്മളുടെ കോസ്റ്റിൽ എക്സിറ്റ് ആയിക്കണം. മാർക്കറ്റ് മേ ബി ഇവിടുന്ന് ഒരു റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. തിരിച്ച് തന്നെ ഒരു ഫോൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പിന്നെ ഏതായാലും മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായി എന്നുള്ളൊരു ലെവൽ വന്നപ്പോൾ പിന്നെ ഞാൻ കോസ്റ്റ് കിട്ടതാണ് ഈ ഒരു ഡൗൺ സൈഡുള്ള ലിക്വിഡിറ്റി എടുത്തപ്പോൾ. അപ്പോൾ പിന്നെ ഇനി ഏതായാലും പിന്നെ റിസ്ക് എടുക്കണ്ട എന്നുള്ള ലെവലല്ലേ. ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ ചിലപ്പോൾ ഒരു വോളറ്റൈൽനെസ് കാണാറുണ്ട് ഫ്രൈഡേസ്. അപ്പോൾ അങ്ങനെ കോസ്റ്റ് കിട്ടതാണ്. സോ ഇന്നിപ്പോൾ ഏതായാലും ട്രേഡ്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ആയ ട്രേഡ് നല്ല രീതിയിൽ പമ്പായി.
നോ പ്രോബ്ലം. എങ്ങനെയായാലും നമ്മൾ 3.25 എക്സിറ്റ് ആവുകയാണെങ്കിൽ ഒരു 10-15 പോയിൻറ്റോളം കിട്ടേണ്ടായിരുന്നു. നോ പ്രോബ്ലം. നമ്മൾ ടോട്ടൽ 3 ട്രേഡ്സ് വന്നാൽ അതിൽ 2 ട്രേഡ്സ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. 2 ട്രേഡ്സും നമ്മൾക്ക് കോസ്റ്റിൽ എക്സിറ്റ് ആയി. സോ നോ പ്രോബ്ലം. നമ്മളെ മാർക്കറ്റ് അങ്ങനെയാണ്, നമ്മളെ സിസ്റ്റം ബേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാമെന്നുള്ളൂ. സോ നമ്മളേതായാലും ലാസ്റ്റത്തെ വീക്കത്തെ ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ കാണാം. ഈ ലാസ്റ്റ് വീക്കിലുള്ള PNL-ആണിത്. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടായിരുന്നു. ഇന്നലെ നമുക്ക് ഒരു 3 ട്രേഡ് ഉണ്ടായിരുന്നു. 2 ട്രേഡ് എസ്എല്ലും 1 ട്രേഡ് കോസ്റ്റിലുമാണ് എക്സിറ്റ് ചെയ്തത്. കാരണം മാർക്കറ്റ് അറിയാലോ, മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് നല്ല രീതിയിൽ മോശമായിട്ടുള്ള അവസ്ഥയാണ് മാർക്കറ്റ്. കാരണം മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് നല്ല കൺസോൾട്ടേഷനും നമ്മളെ സിസ്റ്റം തീരെ വർക്കാവാത്തൊരു വീക്കാണ് ശരിക്ക് ഈ മന്ത്ലി എക്സ്പയറിൻ്റെ ആ ടൈമിൽ. സോ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ലാസ്റ്റ് വീക്ക് നമ്മൾ ടോട്ടൽ ഏകദേശം 7,989 റുപ്യോളം ലോസാണ് ബുക്ക് ചെയ്തത്. സോ നോ പ്രോബ്ലം. നമുക്ക് ഏതായാലും നെക്സ്റ്റ് വീക്ക് നോക്കാം, ഏതായാലും നല്ല ട്രേഡ്സ് വരും എന്ന് തന്നെ വിശ്വസിക്കാം. സോ ഈ ചലഞ്ച് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.